ഹായ്. അപ്പം നോക്കിക്കേ, ചിത്രയുടെ വിശേഷത്തിൽ ഇന്ന് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇന്നൊരു ചെടി വെക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഏത് ചെടിയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓർക്കിഡാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പം ഓർക്കിഡ് ഞാൻ ഇതിന് മുന്നേ വെച്ചിരിക്കുന്നത് കാണിച്ചത് ഒരു ചട്ടിയിലായിരുന്നു. പക്ഷെ ചട്ടിയിലാകുമ്പോൾ അത് നല്ലതുപോലെ അങ്ങോട്ട് വളർന്ന് പൂ പിടിച്ച് കിടക്കുന്നത് കാണാൻ ഒരു ഭംഗിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് നമ്മുടെ മതിലിൻ്റെ പൊക്കത്തിൽ ഇങ്ങനെ തൂക്കിയിടുന്ന പരുവത്തിൽ ആക്കി എടുക്കാമെന്ന് വെച്ച്. അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് നെറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫൈബറിൻ്റെ നെറ്റാണ്. ഇതിന് ഹെക്സ എന്നാണ് പറയുന്നത്. അപ്പം വെയിലത്തൊന്നും ഇട്ടാലും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അണ്ണ അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അണ്ണനത് നമ്മുടെ ഈ കുമ്പിൾ പോലെ ഇങ്ങനെ കുത്തുമല്ലോ, അങ്ങനെ കുത്തുന്ന കണക്ക് അത്രയും പരുവത്തിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് ഒരു ടാഗ് വെച്ച് ഇത് കെട്ടണം. അങ്ങനെ രണ്ട് സൈഡിലും ഓരോ ടാഗ് വീതം വെച്ച് കെട്ടിയാണ് ഇതെടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ ഓരോ കമ്പും ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചെടുക്കാനായിട്ട്. പക്ഷേ ഇതിനകത്താണ് നമ്മൾ പിടിപ്പിച്ചെടുക്കേണ്ടത് സാധാരണ ഓർക്കിഡ്. ഇതേപോലുള്ള നെറ്റ് പോലുള്ള നമ്മുടെ ചട്ടിക്കകത്ത് വേണം പിടിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ തൂക്കിയിടുന്ന പരുവത്തിലായതുകൊണ്ട് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് മേടിക്കാനും കിട്ടും കേട്ടോ. നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഇത് മേടിക്കാനും കിട്ടും. നമ്മളിത് നെറ്റ് മേടിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ടാഗും എടുത്ത് വെച്ച് കെട്ടുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇനി തൊണ്ടിൻ്റെ ചകിരി ഉണ്ടല്ലോ, അതും പിന്നെന്താ കരിക്കട്ട, നമ്മുടെ കരിക്കട്ട ഉണ്ടല്ലോ, ആ കരിക്കട്ടയും തൊണ്ടിൻ്റെ ചകിരിയും എല്ലാം വെച്ചിട്ട് നമ്മളിത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ചെടി ഇവിടെ ഇതിനകത്ത് വെക്കാനായിട്ട് കേട്ടോ. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് ഓർക്കിഡിൻ്റെ തൈ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ, അവർ നമുക്ക് തരുന്നത് ഒരു കുഞ്ഞ് ചട്ടിയിലാണ്. അപ്പോഴങ്ങനെ കണ്ടിട്ടാണ് കേട്ടോ ഞാനും ചട്ടിയിൽ വളർത്താൻ തുടങ്ങിയത്. പക്ഷേ പലയിടങ്ങളിലും അപ്പോൾ ഈ നെറ്റിനകത്ത് വെച്ച് ഇങ്ങനെ വളർത്തുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണല്ലോ ഭംഗി, ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ തൂക്കി ഹാങ് ചെയ്തിടുമ്പോഴാണ് അതിൻ്റെ പൂ താഴോട്ട് ഇങ്ങനെ വളർന്ന് കിടക്കും. അപ്പോൾ അതാണ് നമ്മൾ ചട്ടിയിൽ വെച്ച് വളർത്തുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ചെടി വെക്കാനുള്ള ആ സംഭവം നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചെടി വെക്കാനുള്ള ചെടിച്ചട്ടി നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്നതാണ് തൊണ്ടിൻ്റെ ചകിരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരിക്കട്ട, ഈ കരിക്കട്ട കിട്ടിയത് നമ്മൾ വിറകടുപ്പിൽ തീ കത്തിക്കുമല്ലോ, അപ്പോൾ അതിനകത്ത് നിന്ന് ചാരത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തതാണ് കേട്ടോ ഈ കരിക്കട്ട. അപ്പോൾ അതും കുറേ ഉണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അന്നേരം ചെടി വെക്കാനുള്ള ബാസ്ക്കറ്റ് നമുക്കിവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ആവശ്യമുള്ളവർ ഇങ്ങനെയൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ലാഭം. അല്ലാതെ നമ്മൾ പോയി പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഒരെണ്ണത്തിന് തന്നെ നല്ല റേറ്റ് ആവും. അതിലും നല്ലത് ഇങ്ങനെ നെറ്റ് മേടിച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തൊന്ന് ചെടി വെച്ച് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഇതാണ്ട് ഇവിടെ സംഭവങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ചെടിയും എല്ലാം എടുത്തുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചെടിവെക്ക ഉണ്ടാക്കിയെടുത്ത ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ മൂട്ടിൽ നല്ലൊരു ഹോളാണ്. ആ ഹോൾ അങ്ങ് അടച്ചു മാറാനായിട്ട് നമ്മൾ എന്തോ വേണമെന്നറിയാമോ, അതിനകത്ത് ചകിരി നിറയ്ക്കണം. ആദ്യമേ കുറച്ച് ചകിരി നമ്മൾ നല്ലതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കരിക്കട്ട ഉണ്ടല്ലോ, ഈ കരിക്കട്ട വാരി നിറയ്ക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ചെടി അതിനകത്തോട്ട് വെച്ച് കട്ട് ചെയ്തെടുത്ത് വെച്ച് കൊടുക്കണം. പിന്നെ വീണ്ടും ചകിരി വെക്കുക, അതിൻ്റെ മുകളിൽ കരിക്കട്ട വെക്കുക. അങ്ങനെ ലെയറായിട്ട് വെച്ചിട്ട് മുകളിൽ ചകിരി വെക്കണം കേട്ടോ. മുകളിൽ ചകിരി വെക്കണമെന്ന് പറഞ്ഞ കാര്യം, നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് തെറിച്ച് പോകും ഈ കരിക്കട്ട. അതുകൊണ്ട് ഞാൻ മുകളിൽ കരിക്കട്ടയ്ക്ക് പകരം ചകിരി വെച്ചിട്ടാണ് ലെയർ കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അന്നേരം ആകുമ്പോൾ നല്ല ഇറുക്കത്തോടു കൂടി ഇരിക്കുകയും ചെയ്യുക, ചെടി പിഴുതൊന്നും പോത്തൊന്നുമില്ല, വേര് നല്ലോണം പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നമ്മുടെ ഓർക്കിഡ് സെറ്റ് ചെയ്തെടുത്തത് കേട്ടോ. അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്ത് ഞാൻ അണ്ണൻ്റെ കൊടുത്തു കേട്ടോ. കറക്റ്റ് ആണോ എന്ന് വെച്ച് നോക്കാൻ പറഞ്ഞ് അങ്ങനെ അവിടെ കറക്റ്റ് ആണോ എന്നൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ വേറെ കുറേ ബാസ്ക്കറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ടോ, അത് പഴയത് ഞാനവിടെ ചെടി വളർത്തിയതായിരുന്നു കേട്ടോ. മണി പ്ലാന്റൊക്കെ വളർത്തിയെടുത്തതാണ് അതിനകത്ത്. അപ്പോൾ അതൊക്കെ അങ്ങ് പോയി. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞങ്ങൾ ഇത് ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ബാക്കിയുള്ള ബാസ്ക്കറ്റുകളെല്ലാം ഞാൻ ചെടി വെക്കാനായിട്ട് ഇങ്ങനെ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. സംഭവം എളുപ്പമാണ്. നമ്മുടെ ഈ നെറ്റൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഒരു പാടേ ഉള്ളൂ, അതേപോലെ ഇങ്ങനെ ടാഗ് കെട്ടുന്ന ഒരു പാടേ ഉള്ളൂ. അല്ലാതെ ചെടി വെക്കാനായിട്ട് നിറച്ചെടുക്കാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 12 കൂടുണ്ടാക്കി 12 എണ്ണത്തിനകത്തും ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചിത്രയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു, താങ്ക് യു.